ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യ കളിക്കുന്നത് വളരെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു കളിയാണ് എന്ന് പറയണം. ഒരു വശത്ത് അമേരിക്കയുമായും മറുവശത്ത് റഷ്യയുമായും ഒരേ സമയം ബന്ധം നിലനിർത്തുന്ന ഇന്ത്യ ഇപ്പോൾ യൂറോപ്പിന്റെ നെറുകയിലുള്ള നോർഡിക് രാജ്യങ്ങളുമായിട്ട് അതീവ തന്ത്രപരമായ ഒരു സഖ്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് ഫസ്റ്റ് പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യ നോർഡിക് ബന്ധത്തിന് വല്ലാത്തൊരു സ്ട്രാറ്റജിക് ഡെപ്ത് കൈവന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൃത്യം 43 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. ഒടുവിൽ ഓസ്ലോയിൽ വെച്ച് നടക്കുന്ന 3rd ഇന്ത്യ നോർഡിക് സമ്മിറ്റിൽ വെച്ച് ഇന്ത്യയും നോർവേയും തങ്ങളുടെ ബന്ധം ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് ഉയർത്തിക്കഴിഞ്ഞു. എന്താണ് ഈ സഖ്യത്തിന് പിന്നിലെ രഹസ്യം? വെറും കച്ചവടത്തിനപ്പുറം ചൈനയെ തളയ്ക്കാനും ആർട്ടിക് മേഖലയിൽ മേധാവിത്വം നേടാനും ഈ സഖ്യം ഇന്ത്യയെ എങ്ങനെ സഹായിക്കും നോക്കാം. ആദ്യം നമുക്ക് ഈ നോർഡിക് രാജ്യങ്ങൾ ആരാണ് എന്ന് നോക്കാം. യൂറോപ്പിന്റെ വടക്ക് ഭാഗത്തുള്ള നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് എന്നീ 5 രാജ്യങ്ങളെയാണ് നമ്മൾ നോർഡിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. വിസ്തീർണത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണമുള്ള, ടെക്നോളജിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമതുള്ള രാജ്യങ്ങളാണ് ഇവയൊക്കെ. മുൻപ് ഇന്ത്യയുടെ യൂറോപ്യൻ നയതന്ത്രം എന്നത് UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ആ ചിന്താഗതി മാറ്റിവെച്ച് നോർഡിക് രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം ഈ രാജ്യങ്ങളുടെ കയ്യിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. ഇന്ത്യക്ക് വലിയൊരു മാർക്കറ്റും അവിടുത്തെ കമ്പനികൾക്ക് ആവശ്യമായ മികച്ച ഗ്ലോബൽ ടാലന്റ് പവർ ഹൗസും, അതായത് വിദഗ്ധ തൊഴിലാളികളെയും നൽകാൻ കഴിയും. 2 കൂട്ടർക്കും പരസ്പരം വലിയ ആവശ്യങ്ങളുണ്ടെന്ന് ചുരുക്കം. നോർവേ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ സ്വീഡനിൽ നിന്നും ഫിൻലൻഡിൽ നിന്നും കൂടി അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇന്ത്യയും സ്വീഡനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒഫീഷ്യലായി ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനാണ് ലക്ഷ്യം. ഇതിനായിട്ട് മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ സ്വീഡൻ എന്നീ പദ്ധതികൾ ഒന്നിച്ചു കൊണ്ടുപോകും. കൂടാതെ സ്പേസ് ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും വൻ കോർപ്പറേഷനാണ് വരാൻ പോകുന്നത്. ഇനി ഫിൻലൻഡിന്റെ കാര്യം നോക്കൂ. കഴിഞ്ഞ മാർച്ചിൽ ഫിൻലൻഡ് പ്രസിഡന്റ് ഡോക്ടർ അലക്സാണ്ടർ സ്റ്റബ്ബ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഡിജിറ്റലൈസേഷൻ, ഗ്രീൻ എനർജി എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫിൻലൻഡും കൈകോർക്കാൻ ഇതിനകം ധാരണയായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഈ വർഷം ജനുവരിയിൽ ഒപ്പുവെച്ച ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കൂടി നിലവിൽ വന്നതോടെ നോർഡിക് രാജ്യങ്ങളിലെ വമ്പൻ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് നിക്ഷേപം ഒഴുക്കാൻ വലിയൊരു വാതിലാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊരു കടുത്ത ജിയോ പൊളിറ്റിക്കൽ വശം കൂടിയുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് ശേഷം നോർഡിക് രാജ്യങ്ങളെല്ലാം റഷ്യക്കെതിരാണ്. ഫിൻലൻഡും സ്വീഡനും നേറ്റോയിൽ അംഗങ്ങളാവുകയും ചെയ്തു. അതേസമയം ചൈന തങ്ങളുടെ പോളാർ സിൽക്ക് റോഡ് പദ്ധതിയിലൂടെ ആർട്ടിക് മേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുകുമ്പോൾ പുതിയ കപ്പൽശാലകൾ തുറക്കപ്പെടും. അവിടെയുള്ള വമ്പൻ എണ്ണ ധാതു ശേഖരങ്ങളിൽ ചൈന കണ്ണുവെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ എൻട്രി വരുന്നത്. നോർഡിക് രാജ്യങ്ങളുമായി ചേർന്ന് ആർട്ടിക് ഗവേണൻസ്, അതായത് ആർട്ടിക് മേഖലയുടെ സുരക്ഷയിലും ഗവേഷണത്തിലും ഒക്കെ പങ്കാളിയാകാൻ ഇന്ത്യക്ക് സാധിക്കും. ചൈനയുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റത്തെ തടയാൻ നോർഡിക് രാജ്യങ്ങൾക്ക് ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ വൻശക്തിയുടെ പിന്തുണ അത്യാവശ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളിലേക്കും കൂടി ഇനി വരാം. നോർഡിക് രാജ്യങ്ങൾ ക്ലീൻ എനർജി, ഓഫ് ഷോർ വിൻഡ്, അതായത് കാറ്റാടി യന്ത്രങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ, കാർബൺ ക്യാപ്ചർ തുടങ്ങിയവയിൽ ലോകത്തെ തന്നെ ലീഡേഴ്സ് ആണ്. ഇന്ത്യ ആകട്ടെ 2070ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യമിട്ട് വലിയൊരു ഗ്രീൻ ഇൻഡസ്ട്രിയൽ വിപ്ലവത്തിലാണ്. നോർവേയുമായി നമ്മൾ ഉണ്ടാക്കിയ ഗ്രീൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വഴി കടലിലൂടെയുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാക്കാനുള്ള, അതായത് ഗ്രീൻ ഷിപ്പിംഗ്, അതുപോലെ ബ്ലൂ എക്കണോമി സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്തും. നോർവേയിൽ നിന്നുള്ള LPG ദീർഘകാലത്തേക്ക് ഇന്ത്യക്ക് ലഭിക്കാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് നോർഡിക് രാജ്യങ്ങളിലെ ഫണ്ടിങ്ങും സാങ്കേതിക വിദ്യയും സ്വന്തമാക്കാനും ഇത് വലിയൊരു അവസരമാണ്. ചുരുക്കം പറഞ്ഞാൽ വെറും ഒരു കച്ചവട കരാറിനപ്പുറം ഇന്ത്യയുടെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു തന്ത്രപ്രധാന സഖ്യമാണ് നോർഡിക് രാജ്യങ്ങളുമായി രൂപപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ, അതായത് UNSC ഇന്ത്യക്ക് സ്ഥിരം അംഗത്വം ലഭിക്കണമെന്ന കാര്യത്തിൽ നോർവേയും സ്വീഡനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് യുഗത്തിലെ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു ലോകക്രമം നിലനിർത്താൻ ഈ സഖ്യം വലിയൊരു പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.